ഏത് തരത്തിലുള്ള വീഡിയോ ഇട്ടാൽ മാത്രമാണ് നമ്മുടെ വ്യൂസ് കൂടുക. അപ്പൊ ഈ വീഡിയോയില് അനലിറ്റിക്സിലെ ഫുൾ ഡീറ്റെയിൽസ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. പിന്നെ ചാനൽ തുടങ്ങിയിട്ട് കുറെ നാളൊക്കെ ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ചവേഴ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും ഇല്ലാത്തവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. യൂട്യൂബ് ചാനലിന്റെ അനലിറ്റിക്സ്. നമുക്ക് പലതരത്തിൽ അനലിറ്റിക്സ് നോക്കി കാണാൻ പറ്റും. ഇപ്പോൾ 28 ഡേയ്സിന്റെ ഉള്ളിലുള്ളത് അനലിറ്റിക്സ് നോക്കി കാണാൻ പറ്റും. അതേപോലെ തന്നെ 365 ഡേയ്സിന്റെ ഉള്ളിലുള്ള അനലിറ്റിക്സ് നോക്കി കാണാൻ പറ്റും. മെയിൻ ആയിട്ട് നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അനലിറ്റിക്സ് അറിഞ്ഞിരിക്കണം. അനലിറ്റിക്സ് ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കട്ടോ. നമ്മൾ ഏത് തരത്തിലുള്ള വീഡിയോ ഇടണം, എപ്പോ ഇടണം വീഡിയോ, ഏത് തരം ആളുകളാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് വ്യൂസ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ചവേഴ്സ് ആണെങ്കിലും കൂടി വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാം കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. തുടക്കത്തിൽ എനിക്കും അനലിറ്റിക്സ് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഞാനും ചുമ്മാ വെറുതെ വീഡിയോ ഇട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പൊ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും വളരെ കുറവായിരുന്നു. പിന്നീട് നമ്മൾ അനലിറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഏത് തരത്തിലുള്ള വീഡിയോ ഇട്ടാൽ മാത്രമാണ് നമ്മുടെ വ്യൂസ് കൂടുക എന്നൊക്കെ നോക്കിയിട്ട് ഇട്ടപ്പോൾ അപ്പൊ ഒരുപാട് മോശമല്ലെങ്കിലും ആവശ്യത്തിന് വ്യൂസ് വരാൻ തുടങ്ങി. എന്റെ ചാനലിലെ പഴയ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പലതരം വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. കുക്കിംഗ്, അതേപോലെ ടിപ്സ് വീഡിയോകൾ, അങ്ങനെ ഓരോ തരത്തിലുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് തീരെ ഉണ്ടാകത്തില്ല. നമ്മളിങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കല്ലേ, ഒന്ന് വിട്ട് ഒന്ന് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തീരെ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ അനലിറ്റിക്സ് ചെക്ക് ചെയ്തിട്ട് ഏത് തരത്തിലുള്ള വീഡിയോസ് ഇട്ടാൽ മാത്രം നമുക്ക് വ്യൂസ് എന്ന് നോക്കിയിട്ട് വീഡിയോ ഇട്ടപ്പോൾ ഇപ്പോൾ എനിക്ക് ആവറേജ് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ഒരു ചെറിയ ചാനലാണല്ലോ, അപ്പൊ അതിനനുസരിച്ച് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തത്. അപ്പൊ എനിക്ക് ഇനി ഞാൻ കുക്കിങ്ങിലും അതേപോലെ ഹെയർ ടിപ്സ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തീരെ വ്യൂസ് ഉണ്ടാകില്ല. എന്റെ ഓഡിയൻസിന് അങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോ ചെയ്യുന്നതാണ് ഇഷ്ടം എന്നാണ് കാണിക്കുന്നത്. യൂട്യൂബ് തന്നെ കാണിച്ചിരുന്നത്. അനലിറ്റിക്സിൽ നോക്കിക്കഴിഞ്ഞാല് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അതുപോലെ ചെക്ക് ചെയ്ത് വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും കയറുന്നതായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ ഇൻട്രോ തന്നെ വലിച്ചു നീട്ടുന്നതൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി വന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ അനലിറ്റിക്സിലെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോ അതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന് മുമ്പ് ഏകദേശം 100ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവര് കാണുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ, ഇഷ്ടപ്പെടുക മാത്രമല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഹൈപ്പ് എന്നതൊരു പുതിയ ഓപ്ഷനാണ്, പലർക്കും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. 500 മുതൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെയുള്ളവർക്കാണ് ഹൈപ്പ് കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഘട്ടം ഘട്ടമായിട്ട് കിട്ടി വരുന്നേ ഉള്ളൂ. അപ്പൊ ഹൈപ്പ് കിട്ടിയിട്ട് കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്, പക്ഷെ എന്നാലും കാര്യമില്ല. അപ്പൊ നമ്മുടെ വീഡിയോന്റെ റെക്കമെൻഡേഷൻ കൂട്ടി തരും. നമുക്ക് ഒരുപാട് ഹൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ചാനൽ അനലിറ്റിക്സ് 2 രീതിയിൽ ചെക്ക് ചെയ്യാൻ പറ്റും. YT സ്റ്റുഡിയോയിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ക്രോമിലൂടെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കുറെ പേർക്കൊന്നും YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ക്രോമിലൂടെ പോയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അത് പ്രോസസ്സിങ്ങും പ്ലീസ് വെയിറ്റ് എന്നൊക്കെ കാണിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം മുന്നല്ല, ഒരാഴ്ച മുന്നേ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ എന്റെ സ്ക്രീനിലും അതേപോലെ തന്നെ ഐ ബട്ടണിലും ആഡ് ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവര് കാണുക. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയി എങ്ങനെയാണ് അനലിറ്റിക്സിലെ കാര്യങ്ങളെന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ YT സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക. YT സ്റ്റുഡിയോ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് അനലിറ്റിക്സ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓവർവ്യൂ, കണ്ടന്റ്, ഓഡിയൻസ്, റവന്യൂ, ട്രെൻഡ്സ് എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം.
ആദ്യം കാണുന്നത് ഓവർവ്യൂ ആണ്. അത് നമ്മുടെ ഷോർട്സിൻ്റെയും അതേപോലെ തന്നെ വീഡിയോസിൻ്റെയും കൂടെ ചേർന്നതാണ് കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പായിട്ടുള്ള തമ്പനെയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് പോഡ്കാസ്റ്റ് ആണ്. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പോഡ്കാസ്റ്റ് കാണുള്ളൂ. പിന്നെ ടോപ്പ് കണ്ടന്റ്, നമ്മുടെ ടോപ്പായിട്ടുള്ള കണ്ടന്റുകൾ കാണിക്കുന്നുണ്ട്. പിന്നെ റിയൽ ടൈമിൽ എത്ര വ്യൂസ് ആണെന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. ഇതിലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഓൾ എന്ന് പറഞ്ഞ് കാണും, അടുത്തത് വീഡിയോസ് ഷോർട്സ് ഒക്കെ കാണും. അപ്പോൾ നമ്മൾ ഓളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോർട്സും വീഡിയോസും ലൈവ്സും എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇതിൽ കാണിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് 28 ഡേയ്സിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ചെയ്തിരിക്കുന്നത് ഷോർട്സ് ആണ്. അതുകൊണ്ട് എൻ്റെ ഷോർട്സിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഷോർട്ട് സ്പീഡ് കണ്ടില്ലേ 36% ആണ്. ബ്രൗസ് ഫീച്ചേഴ്സ് 26 ഉള്ളൂ കേട്ടോ. ഞാൻ ഈ മന്തിൻ്റെ തുടക്കത്തിൽ ലോങ് വീഡിയോസ് ഇട്ടത് കുറവായിരുന്നു, ഷോർട്സ് ആണ് കൂടുതലായിട്ട് ഇട്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഷോർട്ട് സ്പീഡ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അടുത്തത് ഓളിൻ്റെ തൊട്ടടുത്തായിട്ട് വീഡിയോസ് എന്ന് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് 28 ഡേയ്സിലെ വീഡിയോസിൻ്റെ വ്യൂസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഗ്രീൻ കളറാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മൂവിങ് ആണ് എന്നാണ് അർത്ഥം. പിന്നെ ടോപ്പ് കണ്ടന്റോട് കൂടിയ വീഡിയോസ് ആണ് ഇത് കാണിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയും ടോപ്പ് കണ്ടന്റ് വീഡിയോസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യുവർ വീഡിയോസ്, അപ്പോൾ ഏതിലൂടെയാണ് കൂടുതലായിട്ടും നമ്മുടെ വ്യൂവേഴ്സ് കാണുന്നതെന്നാണ് കാണിക്കുന്നത്. ബ്രൗസ് ഫ്യൂച്ചേഴ്സ് വഴിയാണ് കേട്ടോ. ബ്രൗസ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റെക്കമെൻഡേഷനിലൂടെ വന്ന വ്യൂസ് ആണ്. പിന്നെ സജസ്റ്റിംഗ്, പിന്നെ യൂട്യൂബ് സെർച്ച് ടേം അതുവഴിയാണ് വന്നിരിക്കുന്നത് കേട്ടോ വ്യൂസ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് വരേണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടന്റ് സജസ്റ്റിംഗ് യു എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും ഇടൂ എന്നാണ് യൂട്യൂബ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പ് വീഡിയോസ് ആണ് അത് കാണിക്കുന്നത്. പിന്നെ യൂട്യൂബ് സെർച്ച് ടേം കണ്ടില്ലേ, അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ചാനലിലേക്ക് സെർച്ച് ചെയ്ത് വന്നിട്ടുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ പ്ലേലിസ്റ്റിലൂടെ എനിക്ക് വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പ്ലേലിസ്റ്റിലൂടെ വന്നിട്ടുണ്ട്. പിന്നെ വാട്സപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ എനിക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഏറ്റവും അടിയിലായിട്ട് കീ മൂവ്മെന്റ്സ് ഫോർ ഓഡിയൻസ് റീറ്റെൻഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊക്കെ വീഡിയോൻ്റെ ഇൻട്രോയാണ് ടോപ്പിൽ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രോകൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് നല്ല വ്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ കണ്ടന്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഷോർട്സ് കാണാം, ലൈവ്സ് കാണാം, പിന്നെ പോസ്റ്റ് അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അടുത്തത് ഓഡിയൻസ് ആണ്. ഓഡിയൻസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നോക്കാനുണ്ട് കേട്ടോ. ന്യൂ വ്യൂവേഴ്സ് ആണോ, കാഷ്വൽ വ്യൂവേഴ്സ് ആണോ, റെഗുലർ വ്യൂവേഴ്സ് ആണോ കൂടുതലായിട്ട് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടില്ലേ, അതിൽ കാണിക്കുന്നത് പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. അതുപോലെ പോപ്പുലർ വിത്ത് ന്യൂ വ്യൂവേഴ്സ്, ഏതൊക്കെ വീഡിയോസിലാണ് ഷോർട്സിലാണ് ന്യൂ വ്യൂവേഴ്സ് വന്നിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. പിന്നെ പർപ്പിൾ കളറിൽ ഒരു ബോക്സ് കാണിക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് ടൈമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഡാർക്ക് ആയിട്ടുള്ള കളർ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ വ്യൂവേഴ്സ് കാണുന്ന ടൈം കേട്ടോ. അപ്പോൾ ആ ടൈം നോക്കി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടാകും. പിന്നെ ഫീമെയിൽ ആണോ മെയിൽ ആണോ കൂടുതൽ കാണുന്നത് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ജോഗ്രഫിക്കലി ഏത് രാജ്യക്കാരാണ് നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ടും കാണുന്നത്, ടോപ്പ് സബ് ടൈറ്റിൽ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജുകാരാണ് കാണുന്നത്, മലയാളംകാരാണോ ഇംഗ്ലീഷാണോ കാണുന്നത് എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം വിട്ടുപോയി, ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെയുള്ളവരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നും കാണിക്കുന്നുണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വീഡിയോസ് ഇടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല വ്യൂസ് ഉണ്ടാവും കേട്ടോ. അടുത്തത് ട്രെൻഡ്സ് ആണ് ലാസ്റ്റ്. അപ്പോൾ ട്രെൻഡ്സിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ. എക്സ്പ്ലോർ ടോപ്പിക്സ് എന്ന് കാണുന്നതിൻ്റെ അടിയിൽ സെർച്ച് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് തരം വീഡിയോ ആണോ ഇടാൻ പോകുന്നത് അതൊന്ന് വെറുതെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബ്യൂട്ടി ടിപ്സ് എന്ന് അടിച്ചു കൊടുത്തപ്പോൾ വെരി ലോ ഇൻട്രസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓഡിയൻസിന് അത് ഇഷ്ടമല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ഒരു കാര്യം കൂടെ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇത് വെറുതെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബ് ടിപ്സ് വീഡിയോസ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെരി ഹൈ ഇൻട്രസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ടോപ്പിക്ക് ഇവിടെ അടിച്ചു കൊടുത്തിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ താഴെ ഒരു ആരോ ചിഹ്നം കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച്ഡ് ഓൺ യൂട്യൂബ് എന്ന് കാണിക്കുന്നതിൻ്റെ അടിയിലായിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വ്യൂവേഴ്സ് സെർച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് അനുസരിച്ച് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ കുറച്ച് വീഡിയോസ് ഇട്ടവർക്ക് ഇത് കാണാൻ സാധിക്കില്ല, കുറച്ച് കൂടുതൽ വീഡിയോസ് ഇട്ടവർക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ അനലിറ്റിക്സ് എങ്ങനെയാണ് നോക്കുന്നത്, എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വാച്ചവേഴ്സും കൂടുമെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം കൂടി വരുന്നതായിരിക്കും. ഇതുവരെയായിട്ടും അനലിറ്റിക്സ് ഒന്നും നോക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ നോക്കിയിട്ട് വീഡിയോ ഇടുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പഴയ വീഡിയോയും പുതിയ വീഡിയോയും തമ്മിലുള്ള വ്യൂസ് കൗണ്ട് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ചവേഴ്സ് ആണെങ്കിലും ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ നോക്കിയിട്ട് അപ്പൊ അതിനനുസരിച്ച് വീഡിയോ ഇടാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ
ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതാണ്. മാക്സിമം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ.